4:13 എടുത്തേ. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അല്ല, 5 ഭർത്താക്കന്മാരെ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയോടാണ് ഈശോ പറയണത്. എന്താ പറയണത്? നിനക്ക് 6 അല്ല 60 ഭർത്താവ് ഉണ്ടായാലും പിന്നെ ഈ കലാപരിപാടി തുടങ്ങിക്കൊണ്ടേയിരിക്കും, വീണ്ടും ദാഹിക്കും. പിന്നെ എന്തായാലും മറുപടി ഉണ്ട്. എന്താ ചെയ്യണത്? എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അതായത് തന്നിൽ വിശ്വസിക്കാതിരുന്നവർ സ്വീകരിക്കാതിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനിത് പറഞ്ഞത്. അതാണ് അഭിഷേകത്തിൻ്റെ ആത്മാവ്. അത് എൻ്റെ മക്കളെ, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളെ പെട്ടിരിക്കണമെന്ന് വിചാരിച്ചോ? പെട്ടിരിക്കണം. നിങ്ങൾക്ക് വേണ്ടത് അഭിഷേകമാണ് വേണ്ടത്. നിങ്ങളിപ്പോൾ ഈ വിഷയം, അതായത് ഇപ്പോൾ ആകുലത ആയാലും ശരി, റെക്കറിങ് ആയിട്ടൊരു ആകുലത ഉണ്ടാവണമെന്ന് വിചാരിച്ചോ? ആ ആകുലത ഉണ്ടാക്കുന്ന വിഷയങ്ങൾ അതേപടി പച്ചക്ക് നിലനിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആകുലതകൾ മാറ്റാൻ. ഇപ്പം സെമിയുടെ സാക്ഷ്യം അങ്ങനെയാണ്. സെമി എന്താ പറയണത്? ഇങ്ങനെയുണ്ടല്ലോ, എൻ്റെ മകനെ കൊണ്ടുപോയി ഞാൻ സ്കൂളിൽ ചേർത്തപ്പോഴുണ്ട് അവർ പറഞ്ഞ് അവർ കുഞ്ഞിനെ കൗൺസിൽ ചെയ്യും. അവിടുത്തെ സിസ്റ്റം അതാണ്. നമുക്ക് കണ്ട സ്കൂളിൽ കൊണ്ട് കാശ് കൊടുത്തിട്ട് ചേർക്കാൻ പറ്റത്തില്ല. കൊച്ചിനെ ആദ്യം ഒരു കൗൺസിലിംഗ് ബോർഡിന് ഹാജരാക്കണം. കുഞ്ഞിൻ്റെ IQ അവർ പരിശോധിക്കും. എന്നിട്ട് അവന് പഠിക്കാനുള്ള സ്കൂൾ അവർ നിശ്ചയിക്കും. കാര്യം മനസ്സിലേ? സിസ്റ്റത്തിൻ്റെ പൊക്കതാണ്, നമ്മുടെ സിസ്റ്റം അല്ലാതെ. കുഞ്ഞിൻ്റെ IQ എന്താണെന്ന് നോക്കിയിട്ട് അതിനൊരു കോമൺ ബോർഡിനെ കൊണ്ടേ കൊടുക്കും. ആ ബോർഡിൽ ഇവനെ എഴുതിച്ചും വായിച്ചും സംസാരിച്ചും ഇവൻ ചിരിക്കുന്നുണ്ടോ, ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നുണ്ടോ, ഇവൻ തമാശ പറയുമ്പോൾ ചിരിക്കുന്നുണ്ടോ, അതാ നിസ്സാര കാര്യത്തിന് ഇവൻ്റെ EQ ഒക്കെ, ഇമോഷണൽ ക്വസ്റ്റൻസൊക്കെ പോയി കിടക്കുകയാണ്. ഇതെല്ലാം നോക്കിയിട്ടാണ്, ഇവൻ്റെ മെൻ്റൽ സ്റ്റേച്ചറൊക്കെ നോക്കിയിട്ടാണ് ഇവനെ സ്കൂൾ നിശ്ചയിക്കണവർ. അങ്ങനെ സ്കൂൾ നിശ്ചയിക്കുമ്പോൾ കേരളത്തിലുള്ളതുപോലെ നല്ല സ്കൂൾ ഇവർക്ക് കിട്ടിയില്ല. ഇവർ വിചാരിച്ചത് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്കൂളിൽ പഠിപ്പിക്കാമെന്ന്. പക്ഷേ അവിടെ നടക്കത്തില്ല. കൊച്ചിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ പഠിപ്പിക്കൂ. ഇതോടുകൂടി ഈ സിമിയുടെ കൺട്രോൾ പോയി, സങ്കടമായി, ഭയങ്കര നിരാശയായി. ഇനി ഇവരിട്ടതൊരു 6ാം തരത്തിലുള്ള സ്കൂളിലാണ് വിട്ടിരിക്കുന്നത്. ആ സ്കൂളിലാണെങ്കിൽ അതായത് ഒരുമാരപ്പെട്ട പിള്ളേരൊക്കെ ഈ 2ാം ക്ലാസ്സുകാരൻ ഡ്രഗ്സ് എടുക്കുന്ന സ്കൂളാണ്. സിഗരറ്റ് വലിക്കുന്ന 4ാം ക്ലാസ്സുകാരൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്കൂളിൽ ചെന്ന് ഇവൻ മിക്കവൻ്റെ കാര്യം പോക്കായിരിക്കും. അപ്പോഴങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര സങ്കടമാണ്. ഇവിടെ കണ്ണ് തോരണില്ല. മാതാവിനോട് തോന്നിയ ദിവസം പറഞ്ഞ് പോയതാണ്, മാതാവ് അവധിയിലാണെന്ന് പറഞ്ഞ് പോയതാണ്. ഇവിടെ കണ്ണ് തോരണില്ല. പക്ഷേ നമ്മളുടെ സത്യസന്ധമായിട്ട് അവർക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നത് ഒരു ക്രൈമൊന്നുമല്ല. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. അതല്ല പ്രശ്നം. ഇവർ ബേസിക്കായിട്ട് നല്ല ലേഡിയാണ്. അവർക്ക് പള്ളിയും പ്രാർത്ഥനയും കൃപയും കുമ്പസാരമൊക്കെ ഉള്ളൊരു ലേഡിയാണ്. പക്ഷേ അവർക്ക് പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ഉൾക്കൊള്ളുമ്പോൾ ശരി, നമ്മുടെ സഭയിൽ തന്നെ കരിസ്മാറ്റിക് പ്രസ്ഥാനം വന്നപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയ ഇല്ല. 50% പേര് അതിൻ്റെ അകത്തേക്ക് മൊബിലൈസ് ആയിപ്പോയിട്ടുള്ളൂ. ബാക്കി 50% ട്രഡീഷണലായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവർ. അപ്പോൾ ആരുടെ കുറ്റമല്ല, ആൾക്കാർക്ക് ചിലത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവളിങ്ങനെ പറഞ്ഞത് കാരണം ഇവൾക്ക് പിന്നീട് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ സിമിക്ക് ഭയങ്കര സങ്കടമായി. അവർക്ക് ജോലി ചെയ്യാൻ പറ്റണില്ല. ഓർക്കുമ്പോഴൊക്കെ നെടുവീർപ്പും ഈ കുഞ്ഞിൻ്റെ ഭാവി എന്താണ് ഇനി എന്നൊക്കെ പറഞ്ഞേക്കുമ്പോൾ ആണ് പെട്ടെന്ന് ഇവളോടത്ത് ദൈവമേ. അപ്പോൾ അമ്മ വിളിച്ചു, ഇവളുടെ അമ്മ വിളിച്ചു പറഞ്ഞു, നീ അന്ന് അസഭ്യം പറഞ്ഞു പോയ മാതാവില്ലേ, ആ മാതാവിൻ്റെ പത്രമൊക്കെ നീ കാണുന്നില്ലേ, എന്തുമാത്രം മനുഷ്യരാണ് അവിടെ പോയി രക്ഷപ്പെടണമെന്ന് നീ അമ്മ പറഞ്ഞു കൊടുക്കും. ഇപ്പോഴാണ് അവർക്കൊരു ബോധം വന്നത്. അപ്പോൾ ഉടനെ അവരെന്ത് ചെയ്യും? അവർ ഓൺലൈൻ ഉടമ്പടി എടുക്കും. മദറിനോട് സോറി പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കും. ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്കറിയാലോ, ഓൺലൈൻ ഉടമ്പടിയിൽ ആകപ്പാടി ഇല്ലാത്തതായിട്ട് എന്താ ഉള്ളത്? നേർച്ച വസ്തുക്കൾ മാത്രമേ ഇല്ലാതെ ഉള്ളൂ, ബാക്കി എല്ലാം ഉടമ്പടി തന്നെയാണത്. സത്യസന്ധമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നവർ അത് അകലെ ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഓൺലൈൻ ഉടമ്പടി എന്തിനാണ്? അന്റാർട്ടിക്ക പോലുള്ള ഒരു കാലത്ത് നാട്ടിൽ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളത്. മാതാവിൻ്റെ പ്രത്യക്ഷ ഈ ഉടമ്പടി വെളിപ്പെടുത്തിയപ്പോൾ തന്നെ അതിൻ്റെ കൂടെ പടപടാന്ന് വെളിപ്പെടുത്തിയതാണ്. അല്ലാതെ പിന്നീട് ഞങ്ങളാരും ചിന്തിച്ച് ചെയ്തതൊന്നും അല്ല. ഇത് ചിന്തിച്ചോ ആലോചിച്ചോ ചെയ്തതല്ല. എനിക്കാണെങ്കിൽ കമ്പ്യൂട്ടറിന് ശരിക്കും വശമില്ല, മൊബൈൽ മാത്രമേ കൈകാര്യം പരിചയമുള്ളൂ. ഞാൻ ചുമ്മാ ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഈ ഉടമ്പടി, നമ്മുടെ ഇന്നത്തെ ഉടമ്പടി 2015 അമ്മ വെളിപ്പെടുത്തിയത്. ആ 2016 കാലഘട്ടങ്ങളിൽ തന്നെയാണ് ഞാൻ ചുമ്മാ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെനിക്ക് പെട്ടെന്നൊരു ലിങ്ക് കിട്ടിയപ്പോൾ ഞാൻ ഉടനെ ജോമളെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജോമൾ പറഞ്ഞു, അപ്പോൾ ഒരു ഡിക്സൺ എന്ന് പറഞ്ഞൊരുത്തനും ഇവിടെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, അച്ഛൻ്റെ പത്രം ഉണ്ടല്ലോ, ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് തരാം. ഞാൻ പത്രം എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ അറിയത്തില്ല, അങ്ങനെ എറണാകുളത്തുകാരനാണ്.
എവിടെയോ പള്ളിയിൽ നിന്ന് കൃപാസനം പത്രം കിട്ടിയോ പുള്ളി വായിച്ച് നോക്കിയോ പുള്ളി പറഞ്ഞു ഇത് ഇങ്ങനെയല്ല ഡിസൈൻ ചെയ്യേണ്ടത്. പുള്ളി കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇത് ഡിസൈൻ ചെയ്യുന്ന ആളാണ്, ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരാളെ അമ്മ ലൈനിൽ കൊണ്ടുവന്നപ്പോൾ അത് ഈ ദിവസങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഉടനെ ഈ ലിങ്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട ഈ ലിങ്ക് നോക്കിക്കേ, ഇതനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ എന്ന് പറയണത്, ഞങ്ങൾ ഇവിടെ ഒരു മനുഷ്യൻ ഏത് കോണ്ടിനെൻറ്റിൽ നിന്നുകൊണ്ടും ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുകൊണ്ടും അവൻ്റെ പേരും അവൻ്റെ സങ്കടവും അവൻ്റെ അറ്റകൈ സമയത്ത് ഈ ലിങ്കിലോട്ട് അടിച്ചു കയറ്റിയാൽ ഇവൻ്റെ പേരിലൊരു തിരി തെളിഞ്ഞിട്ട് അവൻ്റെ പേര് തെളിയണം മാതാവിൻ്റെ മുമ്പേ കൃപാസനം മാതാവിനെ ഉടനെ കാണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളത് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ഇതിൻ്റെ ആസ്തി ഭദ്രത എന്ന് പറയണത് 95-7 മുതൽ ഞങ്ങൾ 87 മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള കടലിലെ കൺവെൻഷനും 10,000-കണക്കിന് മനുഷ്യരെ കേരളം മുഴുവൻ നടന്ന് ധ്യാനം നടത്തിയതും ഇവിടെ നടന്നിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാലയും ഞാൻ ഒരു രാത്രി മുഴുവനൊക്കെ ഇരുന്ന് ആൾക്കാരെ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, രാത്രി മുഴുവനും. അങ്ങനെ 2004 മുതൽ 2018 കോവിഡ് വരെ ഇവിടെ ഈ എല്ലാ ദിവസവും രാത്രി 6 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെ ആൾക്കാരെ കാണാൻ വേണ്ടി രാത്രി ഇരിക്കുമായിരുന്നു ഇവിടെ. തലയൊക്കെ പൊട്ടിപ്പോണ അവസ്ഥയിലാണ് ഞാൻ ഇവിടുന്ന് പോയി അമ്പലപ്പുഴ പോയി കുർബാന ചെല്ലണത്. അപ്പോൾ ഇങ്ങനെ കുറേ ത്യാഗങ്ങൾ കർത്താവിന് വേണ്ടി സഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ആസ്തിയിലായിരിക്കണം ജനങ്ങൾ തിരികെത്തിക്കേണ്ടത്. അവർക്ക് മെറിറ്റില്ലെങ്കിലും കൃപാസനത്തിൻ്റെ ഒരു ആസ്തിയിൽ അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണം, അതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞ് ഉടനെ പുള്ളിക്കാരന് പെട്ടെന്ന് മാതാവ് ദൈവം ഒരു കാര്യം ഏറ്റെടുത്താൽ പിന്നെ പ്രോജക്റ്റും ഫണ്ടും പ്ലാനും ഫണ്ടും എല്ലാം ദൈവം ഇങ്ങനെ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതുടനെ ദൈവം ഉടനെ ആ മനുഷ്യനതൊരു ഐഡിയ കൊടുത്തു. പെട്ടെന്ന് അയാൾക്കത് കത്തി. അങ്ങനെയാണ് ലൈറ്റ് ആൻഡ് പെർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് ഇന്നും ആൾക്കാർ പ്രശ്നം വന്ന ഉടനെ ലൈറ്റ് ആൻഡ് പെർ റിക്വസ്റ്റാണ് ചെയ്യുന്ന ആൾക്കാർ. അത് അകലെയുള്ള ആൾക്കാരാണ്. കൃപാസനത്തിൽ വന്ന് എത്തുന്ന വരെയുള്ള സമയങ്ങളിൽ കൃപാസന അനുഗ്രഹത്തിൽ നിന്നുള്ള നിക്ഷേപത്തിൽ നിന്ന് അവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇവർ കോവിഡ് കാലത്ത് അമ്മ തന്നാണ് ഓൺലൈൻ ഉടമ്പടി. കോവിഡിനെ ഇങ്ങോട്ട് അടക്കാൻ പറ്റാത്തത് നിൽക്കാൻ നമുക്കിതെല്ലാം അടച്ചിട്ടൊക്കെയായിരുന്നു 1 കൊല്ലം 1.5 കൊല്ലമായിട്ട്. അപ്പോഴാണ് അമ്മ ഓൺലൈൻ ഉടമ്പടി തന്നത്. ഓൺലൈൻ ഉടമ്പടി തന്നപ്പോൾ ആ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് ഒരു ഡെമോ ചെയ്തപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു, അച്ഛാ ഇത് നമ്മുടെ യഥാർത്ഥ ഒറിജിനൽ ഉടമ്പടി പോലെ ഫലിക്കുമോ ഇത്? അപ്പോൾ ഞാനൊന്നും അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞില്ല. കാര്യം നമ്മളെന്ത് കൃത്രിമമായിട്ട് രൂപം ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് വിചാരിച്ചത്. അവർ ഓൺലൈൻ ഈ തീർത്ഥാടന ഉടമ്പടിയാകുമ്പോൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, രോഗികളെ പോയി കാണണം, അങ്ങനെ എന്തുമാത്രം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം, കുറേ ചെയ്യാനുള്ള വർക്ക് എക്സർസൈസുകളില്ലേ, അതൊന്നും ഇതിനകത്തില്ലല്ലോ. ഞാൻ എല്ലാം ഇതിനകത്തുണ്ട്, ആൾക്കാർ ചെയ്താൽ മതി. കാര്യം നമ്മൾ എന്ത് ചെയ്യണം എന്നല്ല പ്രശ്നം, ആര് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉടമ്പടിയിൽ വൈറ്റോ ബ്ലാക്കോ ആകണത് നിങ്ങളുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടമ്പടി ബ്ലാക്ക് ആക്കാൻ പറ്റും. എന്താ കാര്യം? അതുകൊണ്ടാണ് ഞങ്ങളെ ഈ 65 വയസ്സുകാരെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കാത്തത്. കാര്യം അവർ പ്രാർത്ഥിക്കാൻ മാത്രമേ ചെയ്യത്തുള്ളവർ. അവർ പ്രാർത്ഥിക്കുക, അവർ പത്രങ്ങൾ കൊണ്ട് കൊടുക്കുകയോ അതൊക്കെ വിശദീകരിക്കും. ഒന്നാമത് അവർക്ക് പത്രം വായിക്കാൻ കണ്ണ് കാണാൻ പാടില്ല. പലർക്കും സ്വന്തമായിട്ട് പത്രം വായിക്കാൻ കണ്ണ് കാണാൻ പാടാത്ത ആൾക്കാരെങ്ങനെ പത്രം വായിക്കണത്? അവർ വായിക്കത്തില്ല, മനസ്സിലാക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയൊക്കെ എടുക്കണമെങ്കിൽ തന്നെ ഇവിടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ണ് ഡോക്ടറിനെ വെക്കേണ്ടതാണ് ഇവിടെ. കാര്യം അത് ശരിയായാൽ മാത്രമേ ബാക്കിയെല്ലാം ശരിയാകത്തുള്ളൂ. കാര്യം ഇവർ എത്ര പേര് ഈ പത്രം വായിക്കുന്നുണ്ട്? ഈ 18 പത്രവും മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ എത്ര പേര് ആ പത്രം വായിക്കുന്നുണ്ട്? മറ്റുള്ളവൻ്റെ മേൽ വായിക്കുത്തിക്കരണം എന്നല്ല, നിങ്ങളിത് വായിക്കുന്നുണ്ടോ? നിങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ പ്രധാന കുറിപ്പ് നിങ്ങൾ വായിക്കുന്നുണ്ടോ? നിങ്ങളിതൊന്നും വായിക്കാതെ ഈ കിട്ടിയ സംഭവം ഒരു കടമ നിർവഹിക്കണ പോലെ മറ്റുള്ളവൻ്റെ മോതക്കെട്ട് എറിഞ്ഞും പോയി കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ഉടമ്പടി എന്ന് പറയും. ബ്ലാക്ക് കവനൻറ്റ്. അതാരാണ്? നിങ്ങൾ ബ്ലാക്ക് ആയത് കൊണ്ടാണ് കവനൻറ്റ് ബ്ലാക്ക് ആകണത്. വൈറ്റായിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ അവരെടുക്കുമ്പോൾ അവരത് തന്നെ എല്ലാം മൊത്തം ഇരുന്ന് വായിക്കും. വായിച്ചതിന് ശേഷം ദൈവസ്നേഹം നിറയും. എന്നിട്ട് അവർ ദൈവത്തെക്കുറിച്ച് ആൾക്കാരോട് പറയും. അതാണ് വൈറ്റ് ഉടമ്പടി എന്ന് പറയണത്. അതിലേക്ക് വരണം. കാര്യം ജനങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുകയും ദൈവത്തെ അവർ അറിയുകയും നീതിയുടെ മാർഗത്തിലേക്ക് സമൂഹം പരിവർത്തനം ചെയ്യപ്പെടണം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രവർത്തനം ചെയ്യുവാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം സിമി നേഴ്സിൻ്റെ ഒരു നേച്ചർ എന്ന് പറയണത് അവർ ബേസിക്കായിട്ട് സീരിയസ് ആണ്. അതിന് ചിരിക്കത്തൊന്നുമില്ല. അവർ സീരിയസ് ആണ് വിഷയം. ചില ആൾക്കാരുണ്ടല്ലോ ഈ എപ്പോഴും നേച്ചർ സീരിയസ് ആയിരിക്കും. അത് ഒത്തിരി സംസാരിക്കത്തില്ല. പിന്നെ എപ്പോഴും ഇങ്ങനെ സൗമ്യമായി സംസാരിക്കത്തില്ല.
അപ്പം അങ്ങനെ ഒരു ലീഡർഷിപ്പിന് പറ്റുന്ന ആളാണ്, ഇച്ഛാശക്തിയൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഇവരുടെ നേച്ചർ അനുസരിച്ച് ഇവർ സംഭവം ഏറ്റില്ലെങ്കിൽ ഒരിക്കലും ഏക്കത്തില്ല, ഏറ്റാൽ ഒരു 1.5 ഏപ്പായിരിക്കും. അങ്ങനെ ആൾക്കാരുണ്ട് നമ്മുടെ എല്ലാ മനുഷ്യരും കാണാം. ചിലയൊക്കെ നമുക്ക് വയറ് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഈ എന്ത് ടൈപ്പാണെന്ന്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ആവശ്യമില്ലെങ്കിലും ചില കോളാന്നും ചിരിച്ചുകൊണ്ടിരിക്കും. അവരെ ഒന്നും ഏൽപ്പിക്കാൻ കൊള്ളത്തില്ല, ഒരു സാധനം ചെയ്യത്തില്ല, മടിയായിരിക്കും, ചെയ്യും. ഈ വവ്വാല് കടിച്ച പോലെ കിടക്കും. ഈ വവ്വാല് തങ്ങലിങ്ങയൊക്കെ കടിച്ചിട്ട് അതിന് തിന്നാൻ പറ്റില്ല, അതിൻ്റെ കയ്യും താഴെ വീഴും, താഴെ കിടക്കുകയും ചെയ്യും. അത് അങ്ങനെ പണ്ട് ഈ തല്ലി ചങ്ങാൻ സാധനമില്ലേ നമ്മുടെ കേരളത്തിലെ ബദാം, അതായത് ഒരു സ്ഥലത്തിൽ അവർ സത്യപ്പെടുത്താൻ പറ്റത്തില്ല. അവരിങ്ങനെ ചിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ചിരിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ടൂർ ഇങ്ങനെ കറങ്ങി കിടക്കും, ഇങ്ങനെ കൂട്ടായ്മയിലൊക്കെ ഈ കുത്തിയിരിക്കും, എന്തൊക്കെ കുറേ വെടി വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പണി അവരെ ഏൽപ്പിക്കാൻ കൊള്ളത്തില്ല. കാര്യം അവരുടെ ബോഡി ആ ടൈപ്പാണ്, വിസറട്ടോണിക് എൻഡോമോർഫ് എന്ന് പറയും. അത് നമ്മുടെ ഈ നമ്മുടെ ഈ അണ്ടം വികസിക്കുമ്പോൾ തന്നെ അകത്തെ ചുവപ്പ് കാമ്പാണ് കൂടുതൽ പ്രിഡോമിനൻ്റായിട്ട് വളർന്നു വരണമെങ്കിൽ അവർക്ക് കല്യാണം ഭയങ്കര ഇഷ്ടമായിരിക്കും. മരണത്തിലൊന്നും പോകത്തില്ല അധികം. മരണത്തിൽ പോയാൽ തന്നെ അവിടെ പോയിരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ആരുടെയെങ്കിലും പെട്ടയ്ക്ക് തൂങ്ങി വല്ല വെള്ളം അടിക്കാനും പോയിട്ട് അവിടെ ഇരുന്ന് ഷാപ്പിൽ ഇരുന്ന് വർത്താനം പറയും, ബാറിലിരുന്നുകൊണ്ട്. അങ്ങനെ ടൈപ്പുണ്ട്. അങ്ങനെ ഓരോ മനുഷ്യർ ഇവരെന്ന് പറഞ്ഞാൽ സീരിയസ് ബോഡിയാണ് ഇവരുടെ. ഇവർ ഒരു കാര്യം പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പിന്നെ എന്താ സംഭവം, ഇവർ മൊത്തം അങ്ങോട്ട് അതിൻ്റെ അകത്ത് ആ ഓൺലൈൻ ഉടമ്പടിയാണല്ലോ എടുത്തതെന്നല്ല, അവർ കൃത്യമായിട്ട് വചനം വായിക്കാൻ തുടങ്ങി. ഒരാളിൻ്റെ മാറ്റം കണ്ടില്ലേ? ഇവിടെ വന്നിട്ട് മാതാവ് അവധിയിലാണെന്ന് പറഞ്ഞ് പോയ പാർട്ടിയാണ്. ആ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ അവർ കൃത്യമായിട്ട് വചനം വായിക്കാൻ തുടങ്ങി. 5:30 ഇരുന്നിട്ട് വചനം വായിക്കും, ഇംഗ്ലീഷ് പത്രം കൂടുതൽ വരുത്തിക്കും, എന്നിട്ട് ഓരോ ഇംഗ്ലീഷ് പള്ളി കൊണ്ടേ കൊടുക്കും. ഇംഗ്ലീഷ് പത്രമല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി അവിടെ ഇംഗ്ലണ്ടിലുണ്ടല്ലോ, ലണ്ടനിൽ ഇംഗ്ലീഷ് കമ്മിറ്റിയുണ്ട്, പള്ളിയുണ്ടല്ലോ. അവിടെ കൊണ്ടുപോയി സായിപ്പന്മാരോട് കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കും. കണ്ടാ, അവർ പത്രം കൊടുക്കുക മാത്രമല്ല ചെയ്യണത്, പിന്നെ എന്താണ്, മറ്റൊരു സമൂഹത്തോട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ സീരിയസ് വൈറ്റ് ഉടമ്പടിയാണത്, സീരിയസ് ആയ വിഷയം. സീരിയസ് ആയപ്പോൾ സിമി പറയുന്നൊരു സംഭവമുണ്ട്, മകൻ്റെ കാര്യം ഞാൻ മറന്നുപോയെന്ന്. അതിന് അഭിഷേകം എന്ന് പറയണത്. തന്നെയല്ല, മകനെക്കുറിച്ച് ആ സ്കൂളിൽ ചേർത്തപ്പോൾ എന്നെ അവിടുന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. എന്താണ്, അവിടുത്തെ ഹെഡ് മിസ്ട്രസ് വരെ എന്നെ വിളിച്ചു. എന്താണ്, മകൻ്റെ നല്ല നല്ല കാര്യങ്ങൾ പറയാൻ വിളിച്ചെന്ന്, അവൻ്റെ സ്വഭാവവും. അപ്പോൾ ദൈവം ആ ഉടമ്പടി എടുത്തെന്നർത്ഥം. എന്താ കാര്യം, ദൈവത്തിൻ്റെ ഉടമ്പടി സിമി എടുത്തു. സിമി സീരിയസ് ആയി. ഇത് പണ്ട് ഉടമ്പടിയുടെ കാലം തുടങ്ങിയപ്പോൾ ദൈവം എന്നോട് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു. അത് ഒത്തിരിപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ, ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. അതാണ് ഉടമ്പടിയുടെ ഒരു ഇക്വേഷൻ, സമവാക്യം എന്ന് പറഞ്ഞ ഇതാണ്. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവവും സിൻസിയറാക്കി ഈ വിഷയത്തിന് മേലെ നേരെ മറിച്ചു. അപ്പം നമ്മളിതിൽ അഴകുഴമ്പൻ ഉടമ്പടി എടുത്തിരിക്കണമെങ്കിൽ ഈ വിഷയം മുമ്പത്തേക്കാൾ അളിയാൻ സാധ്യതയുണ്ട്. വെറുതെ അതാണ് ഞാൻ പറയണത്, ആലപ്പുഴ വന്ന് പണി മേടിക്കരുതെന്ന് പറയത്തില്ലേ. അതിൻ്റെ കാരണം അതാണ്. എന്താ കാര്യം, ചില ആൾക്കാർക്ക് ഇതെടുക്കാൻ അർഹതയില്ല. അവർ ടേസ്റ്റ് ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വന്ന ആൾക്കാരാണ്. ഇട്ട് നോക്കാം, ഇങ്ങനെ കൊത്തുണ്ടാന്ന് നോക്കി ചൂണ്ടയിടത്തില്ല, കൊത്തി നോക്കാം, മീനുണ്ടെങ്കിൽ പിടിക്കുകയാണെങ്കിൽ. ഒരു സംഭവമെങ്കിലും നടന്നാൽ നമുക്ക് പത്രം കൊടുക്കാം, പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് നേരത്തെ എഴുന്നേക്കാം. ഒരു സംഭവമെങ്കിലും നടന്നു കിട്ടിയാൽ പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് നേരത്തെ 5:30 എഴുന്നേക്കാം. ഒരു സംഭവം നടന്നില്ലെങ്കിൽ പാർട്ടി പണ്ടത്തതുപോലെ 7 മണിക്ക് എഴുന്നേക്കത്തുള്ളൂ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ കഴിഞ്ഞിരിക്കുന്ന സമയം. ഇതാണ് ഈ ബ്ലാക്ക് ഉടമ്പടി എന്ന് പറയണത്. നിങ്ങൾ അതിൻ്റെ അകത്ത് കാര്യം, ഇതിൻ്റെ അകത്തൊരു നീതിയുടെ മാർഗ്ഗമുണ്ട്. നീതിയുടെ മാർഗ്ഗത്തിൻ്റെ 2-ാം സെക്ഷൻ വായിച്ചേ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു, നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. വിശ്വസിക്കത്തക്ക വിധം. ഓക്കെ, അപ്പോൾ വിശുദ്ധ ലൂക്കായുടെ മത്തായിയുടെ സുവിശേഷം 21:32 എന്താ പറയണത് എന്ന് പറഞ്ഞ്, വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. കാര്യം പിടികിട്ടില്ലേ? കാര്യം അനുദപിച്ചാൽ മാത്രമേ നമ്മൾ വിശ്വാസിയാണെന്ന് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അവിശ്വാസിയാണ്. ഇത് ഒറ്റ നടക്ക പോകത്തില്ലേട്ടാ. മനസ്സിലായില്ലേ? ഒന്ന് വായിച്ചാൽ 21:32. എന്തെന്നാൽ എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു, നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. അപ്പൊ കണ്ടിട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്?
മറ്റുള്ളവർ ദൈവാനുഭവം പ്രാപിക്കുന്ന കാണുന്നത് എവിടെയാണ്? സാക്ഷ്യമല്ലേ? മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? സാക്ഷ്യം കേൾക്കുമ്പോഴാണ്. ഈ സാക്ഷ്യം കേട്ടിട്ടും നമ്മൾ എന്ത് ചെയ്തില്ല? അനുദപിച്ചില്ല. അപ്പോൾ സാക്ഷ്യം എന്തിനുള്ളതാണ്? അനുദപിക്കാനുള്ളതാണ്. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഞങ്ങൾക്ക് ആഴമായ അനുതാപം നൽകണമേ. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എനിക്ക് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നതിനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനും സാധിച്ചതിന് ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും നന്ദി പറയുന്നു. ഞാൻ വരുന്നത് ഒളരിക്കര ഇടവയിൽ നിന്നാണ്. തൃശ്ശൂരിലെ ഒളരിക്കര ഇടവയിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2019 എൻ്റെ പേര് റോസ് കുമാരി. 2019 ജൂൺ 26 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കുറേ രോഗങ്ങളായിട്ടാണ് വന്നത്. എനിക്ക് ഹാർട്ടിന് പ്രശ്നങ്ങളുണ്ടായി. 2020 എനിക്ക് ചെസ്റ്റ് പെയിൻ വരികയും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുകയും ശ്വാസതടസ്സം ഉണ്ടാകുകയും ഉടനെ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ വന്ന് ഡോക്ടർമാരുടെ പരിശോധനയിൽ അവർക്ക് മനസ്സിലായി എനിക്ക് വാൽവിന് ലീക്കാണ്, അതുകൊണ്ട് വാൽവ് മാറ്റി വയ്ക്കണം, ആ ഒരു ശസ്ത്രക്രിയ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്താണെങ്കിൽ കൊറോണ ഏറ്റവും കൂടുതലുള്ള സമയമായിരുന്നു. ആരും ഞങ്ങൾക്ക് സഹായിക്കാനില്ല. ഞാനും ഭർത്താവും മാത്രമേ വീട്ടിലുള്ളൂ. മക്കളൊക്കെ വിദേശത്താണ്. എങ്കിലും മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയും ധൈര്യവും ഒക്കെ തന്നു. അങ്ങനെ 2020 സെപ്റ്റംബറിൽ വാൽവ് റീപ്ലേസ് ചെയ്തു. ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്നു. എനിക്ക് അവിടെ നിന്ന് സുഖം കിട്ടി. ഞാൻ തിരിച്ചു പോന്നു. പിന്നീട് വീണ്ടും എനിക്ക് ഒരു ഹാർട്ടിന് പ്രശ്നമുണ്ടായി. കഴിഞ്ഞ നവംബറിൽ 2023 അത് വന്നപ്പോൾ എനിക്ക് ശ്വാസതടസ്സമായി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ വന്നപ്പോൾ വീണ്ടും ജൂബിലിയിലേക്ക് തന്നെ പോയി. ജൂബിലി ചെന്നപ്പോൾ അവർ പരിശോധിച്ച് നോക്കി. അപ്പോൾ അതിനു മുമ്പ് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 10 വർഷമായി. പിന്നീടാണ് 2020 വാൽവ് റീപ്ലേസ് ചെയ്തത്. ഇത് 3ാമത്തെ തവണയാണ്. വീണ്ടും നവംബറിൽ എനിക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ ഡോക്ടർമാർക്ക് മനസ്സിലായി ഇത് ഒരു വെൻട്രിക്കുലർ സെപ്റ്റൽ റിപ്ചർ എന്ന മാരകമായ അതീവ ഗുരുതരമായ ഒരു രോഗമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവർക്കും ആശയക്കുഴപ്പത്തിലായി. കുറച്ച് ദിവസം എന്നെ വെൻറ്റിലേറ്ററിൽ കിടത്തി. കുറച്ച് ദിവസം എന്നെ 3-4 ദിവസം എന്നെ ICUവിലും കിടത്തി. അതിനുശേഷം അവർ പരിശോധനയിൽ അവർക്ക് മനസ്സിലായി എൻ്റെ രോഗത്തിന് ഇനി ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ളൊരു ശക്തി ഇവരുടെ ഹാർട്ടിനില്ല. കാരണം ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞതാണ്. എങ്കിലും നമുക്ക് ഒരു അവസാന കയ്യെന്ന നിലയ്ക്ക് ഒരു വെൻട്രിക്കുലർ റപ്ചർ ഡിവൈസി ഡിക്ലോഷർ എന്ന ഒരു നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ ദ്വാരം അടയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഒരു 18 ദിവസത്തോളം ഞാൻ കിടന്നു. ആ സമയത്തൊക്കെ എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ബന്ധുക്കളൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. അവർ ഈ കൃപാസനത്തിലെ ഗ്രൂപ്പിലുള്ളവർ എന്നോട് പറഞ്ഞിരുന്നു, രക്ഷപ്പെട്ടാൽ വന്ന് സാക്ഷ്യം പറയണം കേട്ടോ. അപ്പോൾ അതും എന്നോട് ആവശ്യപ്പെട്ടു. പിന്നെ എനിക്ക് നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനുള്ള സൗകര്യം സിസ്റ്റേഴ്സ് തന്നു. എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ അബോധാവസ്ഥയിലും BP കുറഞ്ഞിട്ടൊക്കെ ഞാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാനും മാതാവിൻ്റെ കാശുരൂപം എനിക്ക് ഉപയോഗിക്കാനും അവിടുത്തെ സിസ്റ്റർമാർ എന്നെ സഹായിച്ചിരുന്നു. അങ്ങനെ ആ ഓപ്പറേഷൻ കഴിഞ്ഞു. ആ ദ്വാരം അടച്ചു. അപ്പോൾ ആ ഓപ്പറേഷൻ മുമ്പായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് ഇത് വളരെ റിസ്ക് ഉള്ള ഒരു ഓപ്പറേഷനാണ്, രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ല, അതുകൊണ്ട് എനിക്ക് രോഗി ലാബിനൊക്കെ തന്നു. പിന്നെ 1% താഴെ മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞു. എങ്കിലും എൻ്റെ ഭർത്താവും വീട്ടുകാരും 1% താഴെ ആയാലും ഓപ്പറേഷൻ നടന്നോട്ടെ എന്ന് പറഞ്ഞ് അവരത് നടത്താൻ സമ്മതിച്ചു. അത് തീർച്ചയായിട്ടും മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും കൃപ കൊണ്ടാണെന്നും അവരാണ് അവർക്ക് അതിനുള്ള ശക്തി കൊടുത്തത് എന്നും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ 18 ദിവസത്തോളം ഞാൻ കിടന്നു. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റായി. അങ്ങനെ ഞാൻ ഡിസ്ചാർജായി പോന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് ഒരു മിറക്കിളാണ്, കാരണം ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ല ഈ രോഗി രക്ഷപ്പെടുമെന്ന്.
കാരണം ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ഈ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് ഡോക്ടേഴ്സിനെയൊക്കെ വരുത്തിയിട്ടാണ് അവർ ആ ഓപ്പറേഷൻ ചെയ്തത്. പക്ഷേ അത് രക്ഷപ്പെട്ടു. ചെറിയ കുട്ടികൾക്കാണ് ദ്വാരം വന്നാൽ അത് ഓപ്പറേഷൻ ചെയ്ത് ദ്വാരം അടയ്ക്കുന്നത്. വലിയവർക്ക് അവിടെ ചെയ്തിട്ടില്ല. അങ്ങനെ ജൂബിലി ഹോസ്പിറ്റലുകാർക്ക് അതൊരു വലിയ സന്തോഷമായി. അവരത് പബ്ലിഷ് ചെയ്തു, പത്രത്തിലൊക്കെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. പിന്നീട് അങ്ങനെ ഞാൻ പോരാൻ സാധിച്ചു. എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ 6 മാസത്തോളമായി. അത് കഴിഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ ജോലികളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 2019 ഞാൻ ഉടമ്പടി എടുത്ത കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ ഞാനൊരു നിയോഗം വെച്ചിരുന്നു. എൻ്റെ മകന് PR ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നിയോഗം വെച്ചിരുന്നു. അന്ന് ഉടമ്പടി എടുത്ത് 2-ാം മാസമായപ്പോൾ അവന് PR കിട്ടുകയും അവൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ നേർച്ച വസ്തുക്കൾ കൊണ്ടും പിന്നെ പത്രം കൊണ്ടും എനിക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും അയൽപ്പക്കക്കാർക്കൊക്കെ വളരെയേറെ അനുഗ്രഹങ്ങളും കൃപകളും മാതാവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മാതാവിനെ 1 കോടി നന്ദി പറയുകയാണ്. കൂടാതെ മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ പത്രം ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി പ്രാർത്ഥിച്ച് എല്ലാ വീടുകളിലും ചുറ്റുമുള്ളതും പള്ളിയിൽ നിന്ന് വരുമ്പോഴൊക്കെ ഉള്ള വീടുകളിലൊക്കെ പ്രാർത്ഥിച്ച് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ യൂട്യൂബിൽ വരുന്ന ഉടമ്പടി പ്രസംഗങ്ങളും അച്ഛൻ്റെ പ്രസംഗങ്ങളും ധ്യാന പ്രസംഗങ്ങളും പിന്നെ സാക്ഷ്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. കാരുണ്യപ്രവൃത്തി ഞാൻ അനാഥശാലകളിലേക്കും വൃദ്ധസദനങ്ങളിലേക്കുമൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിലത്തെ ഒരു വ്യക്തി ഭക്ഷണം ഉണ്ടാക്കും വീട്ടിൽ. അപ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവരത് അനാഥശാലയിലേക്കും വൃദ്ധസദനത്തിലേക്കും മെൻ്റൽ ഹോമിലേക്കും ഒക്കെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ എന്നെക്കൊണ്ട് സഹായിക്കുന്ന സാമ്പത്തിക സഹായം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ പാവപ്പെട്ടവരും ദരിദ്രരായിട്ടുള്ളവരും രോഗികളൊക്കെ ആയിട്ട് വരുമ്പോൾ എന്നാലാവുന്ന വിധത്തിൽ ഞാൻ സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്രയേറെ അനുഗ്രഹങ്ങളും കൃപകളും ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. സർവശക്തനായ പിതാവായ ദൈവത്തിനും ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും പരിശുദ്ധ കൃപാസന പ്രസാദപരമാതാവിനും കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. അത് കഴിഞ്ഞ് 2022 മുതൽ ഇതുവരെ ഉടമ്പടിയിൽ ജീവിക്കുന്നു. ഇതെൻ്റെ മകൾ അഞ്ജലി. ഞാൻ ബീന, കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു ബൈബിൾ വചനം വായിച്ച് അത് എൻ്റെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. യെശയ്യാ 44:1-6 മുതൽ വചനങ്ങൾ. എൻ്റെ ദാസനായ യാക്കോബേ, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ കേൾക്കുക. ഞാൻ നിന്നെ സൃഷ്ടിക്കുകയും ഗർഭത്തിൽ പരിപാലിക്കുകയും നിന്നെ സഹായിക്കുകയും ചെയ്ത കർത്താവാകുന്നു. നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ഞാൻ ആദിയും അന്തവുമാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഈ വചനം എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളുടെ മേൽ പ്രവർത്തിക്കണമേ അമ്മയെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ മകൾക്ക് വിവാഹം, അവളുടെ ജോലി പരിശുദ്ധ അമ്മ ഗവൺമെൻറ് ടീച്ചറായി വാങ്ങി തന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മകൾക്കൊരു വിവാഹം, എൻ്റെ ഈശോയെ സ്നേഹിക്കുന്ന ഒരു മകനെ കുടുംബത്തെയും തന്ന് അനുഗ്രഹിക്കണമെന്ന് ഒക്ടോബർ 1 ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. 31-ാം തീയതിക്കുള്ളിൽ എൻ്റെ മകൾക്കൊരു വിവാഹം ഈശോയെ സ്നേഹിക്കുന്ന മകനെ തന്ന് അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാമെന്ന് അമ്മയോട് വാഗ്ദാനം ചെയ്യുന്നു. അതിൻ്റെ ഫലമായി ഒക്ടോബർ 29 എൻ്റെ മകളെ വിവാഹം ചെയ്യാൻ ആലോചിച്ച ആളുടെ ഭർത്താവിൻ്റെ അമ്മ വന്ന് എന്നോട് ഈ വിവാഹം ആലോചിക്കുകയും അത് എൻ്റെ ഭർത്താവ് സമ്മതിക്കുകയും അങ്ങനെ വിവാഹം ഉറപ്പിച്ചു. എൻ്റെ ഭർത്താവ് ഒരു ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യനുമാണ്. അതുകൊണ്ട് തന്നെ ഈശോയെ സ്നേഹിക്കുന്ന ഒരു മകനെ കിട്ടുക എന്നത് എൻ്റെ ദൈവം അറിഞ്ഞു തന്നാൽ മാത്രമേ എൻ്റെ മകൾക്കത് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തരുന്ന അമ്മയാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് അമ്മയോട് ഞാനത് പറഞ്ഞത്. അതിൻ്റെ ഫലമായി ഒക്ടോബർ 29 വിവാഹാലോചന വന്നു. 24 സെപ്റ്റംബറിൽ അത് നടത്താമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു.
അതിനിടയിൽ മെയ് മാസത്തിൽ നടത്തണമെന്ന്, മാതാവിൻ്റെ വണക്കമാസത്തിൽ നടത്തണമെന്ന് എനിക്ക് ശക്തമായ ആഗ്രഹം വരികയും ഞാനത് അമ്മയോട് പറഞ്ഞു. 31-ാം തീയതിക്കുള്ളിൽ അമ്മ വിവാഹം നടത്തി തന്നാൽ ഞാനത് സാക്ഷ്യം പറഞ്ഞോളാം അമ്മയെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഫെബ്രുവരി 1 എൻ്റെ മകൾക്ക് ജ്ഞാനസ്നാനവും ദിവ്യകാരുണ്യവും സ്വീകരിക്കാൻ അമ്മ അനുഗ്രഹം നൽകുകയും മനസ്സമ്മതം മെയ് 10-നും മെയ് 20-ന് എൻ്റെ മകളുടെ വിവാഹം എല്ലാവരും കാണുകയും ആർഭാടമായി ഈശോയുടെ മകളായി അവൾക്ക് വിവാഹവേദിയിൽ വരാനും വിവാഹം കഴിയാനും അമ്മ അനുഗ്രഹിച്ചു. ഇതെൻ്റെ 1ാമത്തെ സാക്ഷ്യമാണ്. അതിനിടയിൽ എനിക്കൊരു വയറുവേദന രാത്രി ശക്തമായി വന്നതിൻ്റെ ഫലത്തിൽ ഞാൻ ആശുപത്രിയിലേക്ക് രാത്രി 11 മണിക്ക് പോയി. അവിടെ 2 ഇഞ്ചക്ഷനും ഗുളികകളും തന്നുവെങ്കിലും എനിക്ക് വയറുവേദന ഒട്ടും മാറിയില്ല. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന് എന്നോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഞാനത് ചെയ്യാതെ എൻ്റെ വീട്ടിലേക്ക് വന്ന് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. 5 മിനിറ്റിനുള്ളിൽ എൻ്റെ വയറുവേദന പൂർണ്ണമായി മാറി. പിന്നെ എനിക്കിതുവരെ അത് വന്നിട്ടില്ല. അതേപോലെ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് മനസ്സ് തകരാറുള്ളത് കാരണം ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാനിങ്ങിൽ ഓവറി സിസ്റ്റ് ഉണ്ടെന്നും യൂട്രസിൽ ഫൈബ്രോയിഡ്, പാൻക്രിയാസിൽ സിസ്റ്റ് ഇവയൊക്കെ ഉണ്ടെന്നും അറിഞ്ഞതിൻ്റെ ഫലമായി ഞങ്ങൾ വളരെ വിഷമിച്ച് വേറൊരു ഡോക്ടറെ കണ്ടു. അദ്ദേഹം CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തതിൻ്റെ ഫലമായി ഇതേ അവസ്ഥ തന്നെ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ സ്കാൻ ചെയ്യുന്നതിനിടയിൽ എൻ്റെ പരിശുദ്ധ അമ്മയുടെ തൈലം എൻ്റെ വയറിൽ തേച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിസൾട്ട് എല്ലാം നോർമലാണെന്നും യാതൊരു മരുന്നും കഴിക്കേണ്ടതില്ലെന്നും ഇനി ഒരു സ്കാൻ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ഡോക്ടർ പറഞ്ഞു. അതെൻ്റെ പരിശുദ്ധ അമ്മയുടെയും എൻ്റെ കർത്താവായ യേശുവിൻ്റെയും അനുഗ്രഹത്താലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പരിശുദ്ധ അമ്മ എനിക്ക് ഇന്ന് വരെ ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ എന്തെല്ലാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ ദൈവമേ. ഞാൻ അതിനിടയിൽ വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാല് വഴുതി വാഷിംഗ് മെഷീൻ്റെ അടിയിലേക്ക് എൻ്റെ കാല് ശക്തമായി പോയി. പെട്ടെന്ന് എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. ശക്തമായ വീഴ്ചയായിരുന്നു. എൻ്റെ കാല് ഞരമ്പുകളെല്ലാം പിണഞ്ഞ് തടിച്ച് വളരെ തടിച്ചുരുണ്ടു. ഞാൻ പേടിച്ചു. എനിക്ക് നടക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് കരഞ്ഞു. ഞാൻ വേഗം എൻ്റെ മകളോട് ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അവൾ അത് എടുത്തുകൊണ്ട് വന്ന് ഞാനത് എൻ്റെ കാലിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ എനിക്ക് 2 കാലിൽ നടക്കാൻ അമ്മ അനുഗ്രഹിക്കണേ, അമ്മ വിചാരിച്ചാലേ എനിക്കിതൊന്ന് സാധിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി 5 മിനിറ്റിനുള്ളിൽ എനിക്ക് ആ തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നീരെല്ലാം പോയി എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചു. ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ കാരുണ്യ പ്രവൃത്തിയായി രോഗികൾക്ക് പൈസ കൊടുക്കാറുണ്ട്, മരുന്ന് വാങ്ങാനായിട്ട് ഭക്ഷണം വാങ്ങി കൊടുക്കാറുണ്ട്. പത്രം എല്ലാ മാസവും വന്ന് 3-8 പത്രം ഞാൻ വിതരണം ചെയ്യും. ആശുപത്രികളിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും റോഡ് മുഴുവൻ നടന്ന് കിലോമീറ്ററുകളോളം നടന്ന് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം കൃപാസനത്തിൽ നടന്നത് വ്യക്തമായി എല്ലാ സാക്ഷ്യങ്ങളോടുകൂടിയും പറഞ്ഞ് എല്ലാവരെയും മനസ്സിലാക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും 3-4 സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും അത് കേൾക്കുകയും ചെയ്യും. എന്നെ കാണുന്ന ദയനീയാവസ്ഥയിലിരിക്കുന്ന ഓരോ മനുഷ്യരോടും ഞാൻ എൻ്റെ പരിശുദ്ധ കൃപാസനം പ്രസാദപരമാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടതും അവിടെ നടക്കുന്ന അത്ഭുതങ്ങളും ഓരോന്ന് എനിക്ക് അനുഭവിക്കപ്പെട്ടതും എല്ലാം ഞാൻ പറഞ്ഞ് അവരെല്ലാം കുറേ ആളുകളെ ഞാൻ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നും ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഈശോയുടെ നാമം മഹത്വപ്പെടുത്താനായി എൻ്റെ മരണം വരെ എൻ്റെ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. കൃപാസന മാതാവിനും ദൈവപിതാവിനും 1000 നന്ദി. എനിക്കിവിടെ നിന്ന് ഇത് പറയാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി, മാതാവിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഞാൻ എൻ്റെ മകളുടെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമേ ഞാൻ വരുന്നത് ഇവിടെ കോട്ടയം ജില്ലയിലെ പുതുവേലി എന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ പേര് ഷൈനി, എൻ്റെ മോളുടെ പേര് വർഷ. അവളുടെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തുന്നത്. അവൾക്ക് 2019 ലിംഫോമ എന്ന അസുഖം വരികയും ഞങ്ങൾ ചികിത്സയ്ക്കായിട്ട് CMC വെല്ലൂർ പോവുകയും ചെയ്തു. അവിടെ വെച്ചിട്ട് ഒരു 3 കീമോതെറാപ്പി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് കൃപാസനം പത്രം ലഭിക്കുന്നത്. അപ്പോൾ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയും കൃത്യം 5:30 മണിക്ക് തന്നെ തിരി കത്തിച്ചു വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. അതോടൊപ്പം തന്നെ
അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ടീച്ചറാണ് ഞങ്ങൾക്ക് ഈ കൃപാസനത്തെക്കുറിച്ച് പറയുകയും ഇവിടുത്തെ നേർച്ച വസ്തുവായ ഉപ്പ് ഞങ്ങൾക്ക് തരികയും ചെയ്തു. മോൾക്ക് ഞങ്ങൾ ഈ നേർച്ച വസ്തു നൽകുകയും അതായത് നമ്മുടെ സർവശക്തിയുള്ള പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ നേർച്ച വസ്തു മോൾക്ക് നൽകുകയും അതിനുശേഷം പിന്നീട് 3 കീമോയും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ 2019 മെയ് മാസത്തിൽ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടിയിൽ നിയോഗമൊക്കെ വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് എനിക്ക് മോളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു, കാരണം അവൾക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ വളരെ കുറവായിരുന്നു. പിന്നീട് തൊട്ടടുത്ത മാസം ഞങ്ങളിവിടെ വരികയും വന്ന സമയത്ത് അച്ഛനെ കാണണമെന്നും പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും പക്ഷേ ആ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരുന്നു, അച്ഛനെ കാണാനൊന്നും സാധിച്ചില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് അച്ഛൻ പെട്ടെന്ന് എവിടെ നിന്നാണോ മാതാവ് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു, അച്ഛൻ വളരെ പെട്ടെന്ന് വരികയും എൻ്റെ മോളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തുടർച്ചയായിട്ട് എന്നും രാവിലെ 5:30 തന്നെ പ്രാർത്ഥന നടത്തുകയും അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലമൊക്കെ എന്നും ഉപയോഗിക്കുന്നുണ്ട്, മുടങ്ങാതെ പ്രാർത്ഥന നടത്തുന്നുണ്ട്. മോള് പഠിക്കുന്ന സ്ഥലത്തേക്കാണെങ്കിൽ അവൾ രാവിലെയും വൈകുന്നേരം ഈ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഈ രോഗസൗഖ്യം തന്ന ഇതിന് കൃപാസന മാതാവിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്, എനിക്ക് കൊന്ത ചെല്ലാനൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും അതിനുശേഷം ഞങ്ങൾ മാതാവിൻ്റെ ജപമാല ബുക്ക് വാങ്ങുകയും അത് നോക്കിയിട്ട് ജപമാല ചൊല്ലാൻ പഠിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആത്മീയ ജീവിതമാണെങ്കിലും കുറച്ചുകൂടെ ശക്തിയായിട്ട് വരാനും പ്രാർത്ഥന മുടങ്ങാതെ രാവിലെ 5:30 അതുപോലെ വൈകിട്ടും ഒക്കെ പ്രാർത്ഥന മുടങ്ങാതെ കൊണ്ടുപോകാനും മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ജീവിക്കാനും സാധിച്ചു. അതാണ് ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമത്തത് എൻ്റെ മോന് BDSന് നീറ്റ് വഴി അഡ്മിഷൻ ലഭിച്ചു. അവനും ഇതുപോലെ കാശുരൂപം വയ്ക്കുകയും മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും പരീക്ഷാ സമയത്തൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവനിപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമായിരുന്നു കൂടെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പക്ഷേ ഈ നേർച്ച വസ്തുവായ ഉപ്പും അതുപോലെ തൈലമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ ഇതൊരു നിയോഗമായിട്ട് വെച്ചു, അതിൻ്റെ ഫലമായിട്ട് തലവേദനയും പരിപൂർണമായിട്ട് മാറി. മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഞാൻ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും അതിനുശേഷം എല്ലാ മാസവും വരുന്നുണ്ട്, പത്രം വാങ്ങിക്കുകയും പ്രേക്ഷിത പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു. ബൈബിൾ ദിവസവും വായിക്കുന്നുണ്ട്. അതുപോലെ അച്ഛൻ്റെ യൂട്യൂബിലൂടെയുള്ള ധ്യാനം കേൾക്കുന്നു. ആ ധ്യാനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് രോഗികളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠന സഹായവും നൽകുകയും ചെയ്യുന്നു. കൃപാസന മാതാവിന് ഒരുപാട് നന്ദി. ഇനിയും മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങളിലുണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.